നിങ്ങൾ നമ്മുടെ പാലോറമ്പിലെ അമ്മയുടെ തിരുനടയിൽ താലപ്പൊലി ദിവസം എത്തിയ കൊടി കെട്ടുകയാണല്ലേ? അതെ. ഏകദേശം നമ്മളെ ഇവിടെ വഴിപാടെത്തിയത് ഏകദേശം എത്ര കൊടി ഉണ്ടാവും എന്നുള്ളത് ഊഹാപോഹം ഉണ്ടോ? ഈ വർഷം ഏകദേശം ഒരു 4000-ൽ പരം. 4000-ന് മുകളിൽ. ഓഹോ, അത് ശരി. ഇതൊക്കെ ഓരോരുത്തർ ഓരോ ദേശത്ത് നിന്ന് വഴിപാടായിട്ട് വരുന്നതാണ്. ഓരോരോ ഭക്തനും അമ്മക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ്. അത് ശരി. ഇത് മുഴുവൻ കെട്ടി തീർന്നോ ഇവിടെ? ഇല്ല, ഞങ്ങൾ 4 ദിവസമായി. അതെ. താലപ്പൊലിന്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതാ. അതെ, 5 ആള് ഇതുവരെ കെട്ടി പകുതി പോലും ആയില്ല. അത് ശരി. ഓ, ഇതാ ഇത്രയും കാണുന്നല്ലേ ഈ വീഡിയോ? ആയിരക്കണക്കിന് കൊടികൾ, ആയിരക്കണക്കിന്. അത് ശരി. ഇത് പൊതുവെ ഇവിടെ പുതിയ കൊടി പഴയ കൊടി അല്ലേ, പഴയ കൊടി തൂക്കാറുണ്ടോ അല്ലെങ്കിൽ ഇത് പുതിയ കൊടി മാത്രമാണോ? പഴയത് ഇവിടെ തൂക്കില്ല. ഓരോരോ വർഷം ഇവിടെ ഭക്തർ സമർപ്പിക്കുന്നത് അതാത് വർഷം അല്ലെങ്കിൽ താല്പര്യക്ക് പിറ്റേ ദിവസം മുതൽ കെട്ടി തുടങ്ങണം. മുഴുവൻ ചെറിയ കൊടി പോലും ബാക്കി വെക്കാൻ പാടില്ല. മുഴുവൻ കെട്ടി തൂക്കും. മുഴുവൻ കെട്ടി തൂക്കും. അപ്പൊ അതിന് നല്ലൊരു ചെലവൊക്കെ വരില്ലേ? ഭയങ്കര ഒരു എമൗണ്ട് വരും. ശരി. ഇത് ഇതിലിപ്പോ കാലിന്റെ മുകളിൽ വരുന്ന കൊടികള്, നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് ജഗദീശൻ. ശരിയാണ്. ഇദ്ദേഹത്തിന്റെ നിങ്ങളെ പേര് ചേട്ടാ? മുകേഷ്. അപ്പോൾ നിങ്ങളിപ്പം വർഷമായിട്ട് നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോയ്മയുണ്ട്. ഓഹോ, കോയ്മയാണ് അതിൻ്റെ. ഓ, ഒട്ടനവധി ആൾക്കാരുണ്ട് ഇവിടെ ഇത് കെട്ടി തൂക്കാനായിട്ട്. ഇത് നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കൊണ്ട് ഫുള്ള് കെട്ടി തൂക്കിയാൽ? അത് ശരി. ഇതിനിപ്പോൾ അടുത്ത വർഷം ഇതിപ്പം എപ്പോഴാണ് ഇനി അയച്ചു വയ്ക്കുക ഇവിടെ? വേല, അതായത് നമ്മുടെ മീനഭരണി 22-ാം തീയതി കഴിഞ്ഞല്ലേ? അത് ശരി. മീനഭരണിക്ക് താലപ്പൊലിക്ക് വരുന്ന വഴിപാടാണത്. അത് ശരി. അതിന് മീനഭരണി വരെ ഈ തോരണങ്ങള് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അമ്മേന്റെ ഈ തിരുമുറ്റങ്ങളിലൊക്കെ അല്ലേ? തൂങ്ങി. ശരി. ഇത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കേരളത്തിൽ എവിടെയില്ല അങ്ങനത്തെ ഒരു കൊടി തോരണങ്ങൾ കിട്ടുന്നത് അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ മുളന്റെ മുകളിൽ വരുന്ന വലിയ കൊടികളൊക്കെയോ? അതൊക്കെ വീടുകളിൽ നിന്ന് കൊണ്ടുവരിക. ഓരോ വീടുകളിൽ നിന്ന് ഇത് വരവായിട്ട് വരിക. അത് ശരി. 4 ഭാഗത്തേക്കും കയറൊക്കെ ഇട്ട് 21 മുളം കൊടി. ഏറ്റവും വലിയ കൊടി 21 മുള. അത് 4 ഭാഗത്തുനിന്നും ഇങ്ങനെ കയറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആവേശപരമായിട്ട് അത്ര ഗംഭീരായിട്ടാണ്. ഇത് മുമ്പ് കാലങ്ങളിലൊക്കെ എല്ലാ വീട്ടിൽ നിന്നും ഒരു 21 മുളം കൊടി ഉണ്ടാവും. അതിങ്ങനെ വലിയ പോസ്റ്റ് കാലിന്റെ മുകളിൽ, മുളന്റെ മുകളിൽ, കഴുകിന്റെ മുകളിലൊക്കെ 4 ഭാഗത്തും കയറിട്ട് ആന്നടാന്ന് പറഞ്ഞിട്ട് ആ ആർപ്പോട് കൂടിയിട്ട് വരിക. ഓഹോ, അങ്ങനെയുണ്ട്. നല്ല വീടൊന്ന് ഇറക്കിയാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര. ഇപ്പൊ താലപ്പൊലിക്ക് ഏകദേശം എത്ര അമ്മമാര് പങ്കെടുത്തുണ്ടാവും? താലപ്പൊലി, ഇവിടുത്തെ താലപ്പൊലി എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ചിലപ്പോ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത്രയും സ്ത്രീകള് ഒരാഴ്ചത്തെ കഠിന വ്രതം എന്നിട്ട് ആയിരക്കണക്കിന് സ്ത്രീകളാണ്. ഏറ്റവും ചുരുങ്ങിയത് 3000-ൽ പരം സ്ത്രീകൾ ഈ വർഷം. അത് കൂടി വരും ഓരോ വർഷം. അത്രയും എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് ഒരു വഴിപാടാണ്. ഏതായാലും കൊടിതോരണങ്ങള് ഭയങ്കര സംഭവം തന്നെയാണ് അവിടെ അല്ലേ? ലോകത്തിലൊരു സ്ഥലത്തുണ്ടാവില്ല. നമ്മൾ എവിടെ റിപ്പോർട്ട് ചെയ്തായിട്ട് കേട്ടില്ല. ഇതിന്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോയി വീഡിയോ എടുത്തില്ല. നിങ്ങളോടൊപ്പം ഒന്നും ചോദിച്ചിട്ട് വിടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഏതായാലും വളരെ സന്തോഷം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി, സന്തോഷം.